ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് സംശയം ചോദിച്ച് മെസ്സേജ് അയച്ചത് ഈ ഒരു സാധനത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഓരോരുത്തർ ചോദിച്ച സംശയങ്ങളുമായിട്ടുള്ള മറുപടിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്നാമത്തെ സംശയം ഇതാണ്, ക്രിയാറ്റിൻ സേഫ് ആണോ? തീർച്ചയായിട്ടും ക്രിയാറ്റിൻ സേഫ് ആണ്. പക്ഷേ മറ്റെല്ലാ സപ്ലിമെൻറ്റ്സിൻ്റെയും പോലെ തന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അത് അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായി വരുന്നോണ്ട് ഞാനിപ്പോൾ പറയണില്ല. ഇനി അടുത്ത സംശയം, ക്രിയാറ്റിന് കഴിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് കേട്ടു, അത് ശരിയാണോ? ക്രിയാറ്റിന് കഴിച്ച് കഴിഞ്ഞാൽ മുടി കൊയ്യും എന്നതിന് നിലവിൽ ഒരു സ്ട്രോങ് എവിഡൻസും ഇല്ല. മുടി കൊഴിച്ചിൽ മെയിനായിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇനി അടുത്ത സംശയം, ക്രിയാറ്റിന് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി പോകുമോ? ഇപ്പോൾ ക്രിയാറ്റിന് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയാറ്റിന് കഴിച്ചാൽ യാതൊരു പ്രശ്നമില്ല. എന്നാൽ ചെറുതായിട്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയാറ്റിന് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വഷളാകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു സംശയമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ക്രിയാറ്റിന് എടുക്കുന്നത്, ലോഡിംഗ് ഫേസ് നിർബന്ധമാണോ? ലോഡിംഗ് ഫേസ് എന്താണെന്ന് പറഞ്ഞുതരാം. നോർമലി 3 to 5 gram പെർ ഡേ ആണ് ക്രിയാറ്റിൻ്റെ റെക്കമെൻഡഡ് ഡോസേജ്. ലോഡിംഗ് ഫേസ് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഒരു ദിവസം 20 gram വെച്ച് കഴിച്ചിട്ട് ക്രിയാറ്റിൻ ലോഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ നോർമലി 3 to 5 gram കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ്റെ പ്രത്യേകത ഉണ്ട്. ക്രിയാറ്റിൻ നമ്മൾ ഇന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങില്ല. ഒരു നിശ്ചിത അളവ് ക്രിയാറ്റിൻ്റെ ബോഡിയിൽ ലോഡായതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുക. ലോഡിംഗ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ അത്രയും പെട്ടെന്ന് ലോഡായി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് റിസൾട്ട് കണ്ടു തുടങ്ങും. ഇതല്ലാതെ പ്രത്യേകിച്ച് ഇതുകൊണ്ടൊരു ഗുണമോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാർ ലോഡിംഗ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോട്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേൾക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തൊരു സംശയമാണ്, എല്ലാവർക്കും ക്രിയാറ്റിന് കഴിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളിലെ ആളുകൾക്കും കഴിക്കാൻ പറ്റില്ല. പിന്നെ വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ക്രിയാറ്റിന് കഴിക്കരുതെന്ന് പറഞ്ഞ ആൾക്കാർക്കും ക്രിയാറ്റിന് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ക്രിയാറ്റിന് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അടുത്ത സംശയമാണ്, ക്രിയാറ്റിന് കഴിക്കുന്നവർ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ക്രിയാറ്റിന് നല്ല നമ്മൾ ഏതൊരു സപ്ലിമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിലേറെ കൂടുതൽ ഒരു 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ വെള്ളം എക്സ്ട്രാ കുടിക്കണം. അടുത്ത സംശയമാണ്, ക്രിയാറ്റിന് എടുക്കാനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാണ്? ക്രിയാറ്റിന് കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബെസ്റ്റ് ടൈമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. കണ്ടിന്യൂസ് ആയിട്ട് ക്രിയാറ്റിന് കഴിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ക്രിയാറ്റിനെ കുറിച്ച് ഇന്നോട് ഇഷ്ടംപോലെ സംശയങ്ങൾ. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ അടുത്ത സംശയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.